1985 പുറത്തിറങ്ങിയൊരു പടം. ഒരു സിനിമ എന്ന് വിളിക്കാൻ പറ്റുമോ എന്നുപോലെ അറിയാത്തൊരു സാധനം. കണ്ടാൽ എന്തോ ഒരു ഡോക്യുമെൻ്ററി എടുത്ത് വെച്ചേക്കുന്ന പോലത്തെ ഒരു സിനിമ. ഒരു തരത്തിലും കാണാത്ത, ഇത് കാണണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും ഇത് കാണാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. ഞാൻ കണ്ടു. അത്ര മോശം പടം. മോശമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ധ്യാൻ ശ്രീനിവാസൻ്റെ പടമല്ല. ഇത് ഹൊറർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ സോ സീരീസ്, റോങ് ടേൺ അല്ലെങ്കിൽ ഫൈനൽ ഡെസ്റ്റിനേഷൻ ഇതൊക്കെ കണ്ട് വെള്ളം കളയുന്നവരാണെങ്കിൽ അതിനും ഒരുപടി മേളിൽ നിൽക്കുന്നൊരു സിനിമയാണ് ഈ 1985 പുറത്തിറങ്ങിയ ഗിനി പിഗ് ഡെവിൾസ് എക്സ്പെരിമെൻറ്റ്. ഇതുവരെ ഇറങ്ങിയിട്ടുള്ള ഹൊറർ സിനിമകളുടെ ചരിത്രത്തിൽ ഏറ്റവും വിവാദപരമായിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെ കാണുന്ന ഒരു സിനിമയായിട്ടാണ് ഇതിനെ കണക്ക്. ഒരു സിനിമ എന്നതിലുപരി അങ്ങേയറ്റം അസ്വസ്ഥതപ്പെടുത്തുന്ന അല്ലെങ്കിൽ ബുദ്ധിമുട്ടിക്കുന്ന അല്ലെങ്കിൽ വെറുപ്പിക്കുന്ന, ഞാനങ്ങനെ പറയുള്ളൂ, ഒരു സ്നഫ് ഫിലിം രീതിയിലാണ് ഈ പടം എടുത്തു വച്ചേക്കുന്നത്. ഇത് ശരിക്കും ഒരു സീരീസ് പോലെയുണ്ട്. അതിലെ ആദ്യത്തെ പടമാണിത്. ഇതിനകത്ത് പ്രത്യേകിച്ച് കഥയോ സംഭാഷണമോ അല്ലെങ്കിൽ അതുപോലെ ഒന്നുമില്ല. ഒരു ക്യാമറ പുറകെ നടക്കുന്നു. ശരിക്കും ഇതൊരു എന്താ പറയുക, ഒരു ഭയങ്കര ഒറിജിനാലിറ്റിയാണ്. അവർ ശരിക്കും ഷൂട്ട് ചെയ്ത പോലെ തന്നെ തോന്നുള്ളൂ. ഇവർക്ക് ശരിക്കും ഇത് സിനിമയല്ല. ഇവന്മാർക്ക് കാണുന്നവരെ വെറുപ്പിക്കുക അല്ലെങ്കിൽ പേടിപ്പിച്ച് കൊല്ലുക, അല്ലെങ്കിൽ പേടിപ്പിക്കലൊന്നും അല്ല. ഇതൊരു വേറൊരു സാധനം. നമുക്ക് ഛർദ്ദിക്കാൻ വരുന്ന ടൈപ്പ് ഒരു സാധനമാണിത്. ഇതിൻ്റെ റിയലിസ്റ്റിക് ആയിട്ടാണ് ഈ സാധനം എടുത്തു വെച്ചിരിക്കുന്നത്. അത് ക്യാമറയൊക്കെ അങ്ങനെ തന്നെയാണ്. അതായത് നമ്മുടെ പുറകെ ഒരാൾ ക്യാമറയും കൊണ്ട് നടന്നാൽ എങ്ങനെ ഇരിക്കുമോ അങ്ങനെ തന്നെ. അതുപോലെ ഇത് പടം 85 ഇറങ്ങിയതെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ആ കാലത്തെ മേക്കപ്പും പ്രോസ്തറ്റിക്സും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് അന്യായം എന്നേ പറയാനുള്ളൂ. പിന്നെ ഈ പടം ഇറങ്ങിയ പുറകെ നല്ല, ഈ പടം ഇറങ്ങിയതിന് ശേഷം ജപ്പാനിലും ലോകം മുഴുവനും ഇതിനെതിരെ ഭയങ്കരമായ ഒരു പ്രശ്നം തന്നെ ഉണ്ടായിരുന്നു. നമ്മുടെ അമേരിക്കൻ നടൻ ഹാർലി ഷീൻ, പുള്ളി ഈ പടം കണ്ടിട്ട് ഇത് ശരിക്കുള്ള കൊലപാതകമാണെന്ന് വിചാരിച്ച് FBI പരാതി കൊടുത്തു. FBIയും ജാപ്പനീസ് പോലീസും ഒരുമിച്ച് അന്വേഷിച്ചു. അവസാനം ഇതിൻ്റെ മേക്കിംഗ് വീഡിയോ പുറത്തുവിട്ടാണ് ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചവർ തടിയൂരിയത്. അങ്ങനത്തെ ഒരു പടമാണിത്. ഈ പടത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അർത്ഥമില്ലാത്ത ക്രൂരതയാണ്. അർത്ഥമില്ലാത്ത ക്രൂരത എന്ന് പറഞ്ഞാൽ ഒരു കാര്യവും ഇല്ല. കഥയോ അതുപോലെ കഥാവികസനമോ കഥാപാത്രമോ അങ്ങനെ ഒന്നും ഇല്ല. ഇത് ചുമ്മാ പട്ടിയെ തല്ലുന്ന പോലെ ഇട്ട് തല്ലുന്ന അങ്ങനത്തെ ഒരു സാധനം. ഇത് നിങ്ങളൊരു ഒരു ലോലമനസ്കനാണെങ്കിൽ, അല്ലെങ്കിൽ മേൽ പറഞ്ഞ സിനിമകളൊക്കെ നമ്മുടെ സോ സീരീസോ അല്ലെങ്കിൽ റോങ് ടേണോ പിന്നെ ഫൈനൽ ഡെസ്റ്റിനേഷനോ ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളിത് കാണരുത്. ഇത് കണ്ടു കഴിഞ്ഞാൽ പിന്നുണ്ടാകുന്ന മെൻ്റൽ ഡിസ്റ്റർബൻസിനൊന്നും ഞാൻ ഉത്തരവാദിയായിരിക്കുകയില്ല. പിന്നെ ഇതിനകത്ത് ആകെപ്പാടെ നല്ലതെന്ന് പറയാൻ, നല്ലതെന്ന് ഏതർത്ഥത്തിലാണെന്ന് പോലും എനിക്കറിയില്ല. ഇതിൻ്റെ പിന്നെ മേക്കപ്പ് അത് അസാധ്യമാണ്, പറഞ്ഞേ പറ്റുള്ളൂ. ഇതിപ്പം ഏതാണ്ട് കൾട്ട് ക്ലാസിക് ലെവലിൽ കിടക്കുന്ന സാധനമാണിത്. ഇതൊരിക്കലും ഒരു സാധാരണ പ്രേക്ഷകന് പറ്റിയ പടമല്ല. ഇത് അത്രയ്ക്ക് ഷോക്ക് വാല്യൂ ഉള്ളൊരു സാധനമാണിത്. അതുകൊണ്ട് നിങ്ങളിത് കാണണോ എന്ന് ചോദിച്ചാൽ വേണ്ട എന്നേ ഞാൻ പറയൂ. അതുപോലെ ഇതിനകത്ത് അതിൻ്റെ വീഡിയോ ഒന്നും കാണിക്കാൻ പറ്റില്ല. കാണിച്ചാൽ യൂട്യൂബ് എന്നെ വീട്ടിൽ വന്ന് തെറി വിളിക്കും. അമ്മാതിരി സാധനം അവർ പണി വെച്ചേക്കുന്നത്. ഇത് ശരിയായ ഒരു 10 സ്റ്റെപ്പായിട്ടുള്ള അല്ലെങ്കിൽ 10 എക്സ്പെരിമെൻറ്റ്സ്, അതാണ് ഇത് ഈ പടമുള്ളത്. ഈ പടത്തിൽ അങ്ങനെയാണ് 10 എക്സ്പെരിമെൻറ്റ്സ് ആണ് നടക്കുന്നത്. പടം തുടങ്ങുന്നത് എങ്ങനെയാണ്? ഒരു ബ്ലാങ്ക് ഒരു ബ്ലാക്ക് സ്ക്രീനിലാണ് തുടങ്ങുന്ന പടം. അവിടെ എഴുതി കാണിക്കുന്നത് ഒരു മനുഷ്യ ശരീരത്തിന് താങ്ങാൻ പറ്റുന്ന വേദനയുടെ പരമാവധി അതിര് കാണുക എന്നാണ് പരീക്ഷണം. അവിടുന്ന് കാണിക്കുന്ന ഇതൊക്കെ പടം തുടങ്ങുന്നതിന് മുമ്പ് എഴുതി കാണിക്കുന്നത് കേട്ടോ. പിന്നെ അവിടുന്ന് കാണിക്കുന്നത് ഒരു പെൺകുട്ടി റോഡിൽ കൂടെ പോകുന്നു. അപ്പോൾ അവളെ 3 പേര് ചേർന്ന് തട്ടിക്കൊണ്ടുപോയിട്ട് ഒരു ഡാർക്ക് റൂമിൽ കൊണ്ടുപോയി ഇങ്ങനെ ഇരുത്തുകയാണ്. കസേരയിൽ വലിച്ചു മുറുക്കി കെട്ടി ഇടുന്നു. അതായത് അനങ്ങാൻ പറ്റാത്ത രീതിയിൽ അതിനെ അവിടെ ലോക്ക് ചെയ്യുന്നു.
ആദ്യത്തെ രണ്ടെണ്ണം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 2 പരീക്ഷണങ്ങൾ ശരിക്കും ശാരീരിക ആക്രമണങ്ങളാണ്. അതായത് യാതൊരു കാരണവുമില്ലാതെ ഒന്ന് എടുത്തിട്ട് അടിക്കുക, ആ പെണ്ണിൻ്റെ കവളത്തോട്ട് ചന്നം പിന്നിട്ട് അടിക്കുക, ഒരാളുടെ കൈ വേദനിക്കുമ്പോൾ അടുത്തയാൾ അടിക്കുക, ഇങ്ങനെ മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന മർദ്ദനമാണ് കൊടുക്കുന്നത്. അതിന് മർദ്ദനം എന്ന് പറഞ്ഞാൽ അതൊക്കെ വളരെ ഫോർമൽ ലാംഗ്വേജ് ആയിപ്പം, പക്ഷേ അങ്ങനെ പറയാം. അതിൻ്റെ കവളൊക്കെ വീർത്ത് കിട്ടി, വായക്കൂടെ ചോരയൊക്കെ വന്ന് അങ്ങനെ ആകെ അവശയാകുമ്പം ആദ്യത്തെ പരീക്ഷണം അവർ തൽക്കാലത്തേക്ക് സ്റ്റോപ്പ് ചെയ്യും. അടുത്തതെന്ന് പറഞ്ഞാൽ കെട്ടിയിട്ടേക്കുന്ന കസേരയിൽ നിന്ന് അവളെ തള്ളി താഴെ ഇട്ട് ബൂട്ട്സ് ഇട്ട് പെണ്ണിനെ ചവിട്ടുകയാണ്. ചവിട്ടും തൊഴിയും അങ്ങ് അതിന് ആക്ച്വലി ശ്വാസം എടുക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലേക്ക് ആ പെണ്ണെത്തുന്നു എന്ന് പറഞ്ഞാൽ അമ്മാതിരി അടിയാണ് അവർ കിടന്നടിക്കുന്നത്. മൂന്നാമത്തെ പരീക്ഷണം അതിൻ്റെ എന്നാ പറയുക, മൂന്നാമത്തെ പരീക്ഷണത്തിൽ ശരിക്കും മേക്കപ്പ് എത്രത്തോളം പങ്കുണ്ട് എന്ന് കാണിക്കുന്ന ഒരു ഭാഗമാണ് മൂന്നാമത്തെ. അതായത് ഈ പിടിച്ചുകൊണ്ട് വന്നവന്മാർ ഇതിൻ്റെ ഓരോ വിരലിലെയും നഖങ്ങൾ ഒന്നിന് പുറകെ ഒന്നായിട്ട് പറിച്ചെടുക്കുകയാണ്. ക്യാമറയുടെ ലെൻസാണെങ്കിൽ വിരലിൻ്റെ അങ്ങേയറ്റം അടുത്ത് കൊണ്ടുപോയി വെച്ചേക്കുകയാണ്. എക്സ്ട്രീം ക്ലോസപ്പ് ഷോട്ട്. അവിടുന്ന് ഇങ്ങനെ എന്നാ തൊലി കീറുന്നു, ചോര തെറിക്കുന്നു, ഇത് അറച്ചു പോവും, അമ്മാതിരി ഒരു സാധനം. പിന്നെ നാലാമത്തേതെന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ കപ്പാസിറ്റി നോക്കുന്നതാണ്. അതായത് തലയിലോട്ട് ഈ പെണ്ണടി കൊണ്ട് മേൽ മുഴുവൻ ചോരയൊക്കെ ആയിട്ട് കിടക്കുകയാണ്. അവിടെ തലയിലോട്ട് വലിയ പാത്രത്തിൽ മറ്റേ ഐസ് കട്ടയെല്ലാം കൂടി അത്രയും തണുത്ത ഐസ് വെള്ളം കൊണ്ടുവന്ന് തുരുതുരാ ഒഴിക്കുന്നു. ശരീരം അങ്ങോട്ട് മേലൊക്കെ തണുത്തുറഞ്ഞ് വിറച്ച് ആകെ ഒരു ഇതിലെത്തുമ്പോഴത്തേക്ക് അവന്മാർ പരീക്ഷണം മാറ്റും. അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഉടുപ്പൊക്കെ കളഞ്ഞേച്ച് പെണ്ണിൻ്റെ ശരീരത്തോട്ട് ഈ തിളച്ച മെഴുക് അതുകൊണ്ട് ഒഴുകുന്നു. പെട്ടെന്ന് ഈ തണുപ്പിനകത്തുനിന്ന് ഈ തിളച്ച മെഴുകിലോട്ട് എത്തുമ്പോൾ ഒരു ഡാർക്ക്. അത് കഴിഞ്ഞുള്ള അഞ്ചാമത്തത് സൈക്കോളജിക്കൽ ടോർച്ചറാണ്. അതായത് അതിനെ മാനസികമായിട്ടും കൂടെ തകർക്കുക. അതായിരുന്നു അടുത്തത്. വലിയ ഈ മുടിഞ്ഞൊരു ഹെഡ്ഫോൺ കൊണ്ടുവന്ന് ചെവിയിൽ വെച്ചിട്ട് അതിലോട് നമുക്ക് കേൾക്കാൻ പറ്റാതെ നമുക്ക് ഹൈ ഫ്രീക്വൻസി സൗണ്ട് കയറ്റി വിടുകയാണ്. ശരീരവേദനേക്കാളും കൂടുതൽ ഒരു മെൻ്റൽ ടോർച്ചറാണ്, ഒരു ഭ്രാന്ത് പിടിപ്പിക്കുന്ന അവസ്ഥ. അത് കഴിഞ്ഞിട്ട് നേരെ വായിലോട്ട് എനിക്ക് പറഞ്ഞിട്ട് തന്നെ എനിക്ക് അറപ്പ് വരുന്നു. ആറാമത്തെ ഏഴാമത്തെയും പരീക്ഷണം എന്ന് പറഞ്ഞാൽ ചീഞ്ഞളിഞ്ഞ കണവണയെല്ലാം കൂടെ ഈ ദേശീയയും കോപ്പും എല്ലാം കൂടെ കൊണ്ട് നീ പെണ്ണിൻ്റെ വായിലോട്ട് കുത്തി കയറ്റി വെക്കുകയാണ്. എന്നിട്ട് വയറിന് നല്ല പണി കൊടുത്തിട്ട് ഇൻറ്റേർണൽ ഓർഗൻസിനൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്നത് ഭയങ്കരമായിട്ടോ. എട്ടാമത്തത് അവിടെ ദേഹത്ത് പല സ്ഥലത്തായിട്ട് കൊണ്ടുപോയിട്ട് ഇപ്പോൾ ഈ പ്രഷർ പോയിൻറ്റ്സിലെല്ലാം കൊണ്ട് ഇലക്ട്രിക് വയർ വെക്കും. എന്നിട്ട് അതിനകത്ത് കറണ്ട് കയറ്റി വിടുകയാണ്. ഈ പെണ്ണിട്ട് നിന്ന് വിറച്ച് തുള്ളുന്ന സാധനങ്ങളാണ് ആ ഒരു സീനിൽ കാണിക്കുന്നത്. ഇത് പിന്നുള്ളത് ലാസ്റ്റത്തെ സീനാണ്. ലാസ്റ്റത്തെ സീൻ എന്ന് പറഞ്ഞാൽ ഈ പിന്നെ ഇതാണ് ശരിക്കും എല്ലാവരെയും ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ചെയ്തത്. ഈ സോ സീരീസിൽ ഏത് എപ്പിസോഡിലാണെന്ന് ഞാൻ ഓർക്കണില്ല. അതിനകത്തൊരു സീനുണ്ട്. ഈ ചൂണ്ടക്കുളത്ത് വയറ്റിൽ എത്തിച്ചിട്ട് അതിൽ താക്കോൽ ഇട്ട് കിടക്കുന്നൊരു ഷോട്ടുണ്ട്. അതായത് ഈ താക്കോൽ വലിച്ച് പുറത്തെടുത്താലേ ലോക്ക് പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. പക്ഷേ ഈ ചൂണ്ടക്കുളത്ത് അവിടെ കിടക്കുന്ന കാരണം പുറത്തോട്ട് വലിക്കും തോറും കീറും. അതാണ് എനിക്ക് ആക്ച്വലി സോ സീരീസിൽ എന്നെ പേഴ്സണലായിട്ട് ഏറ്റവും ഡിസ്റ്റർബ് ചെയ്തൊരു സാധനം. അതിനുശേഷം ഇതെന്ന് പറഞ്ഞാൽ നല്ല വലിയൊരു സൂചി എടുത്തിട്ട് കണ്ണിലോട്ട് നേരെ കുത്തിയിറക്കുന്നു എന്ന് പറഞ്ഞാൽ ലെൻസും ചോരയെല്ലാം പുറത്തോട്ട് എല്ലാം അങ്ങനെ ഇത് ശരിക്കും ഭയങ്കര ഒരു ഭയങ്കര ഒറിജിനാലിറ്റി തോന്നുന്നൊരു സാധനമാണ്. ഈ സാധനം കണ്ടിട്ടാണ് ചാർലി ഷീൻ FBI പരാതിയൊക്കെ കൊടുത്തത്. അങ്ങനെ FBI ജാപ്പനീസ് പോലീസും എല്ലാം കൂടെ ഒരുമിച്ച് അന്വേഷിക്കാനുള്ള
പ്രധാന കാരണം ഇതാണ്. ഈ അവസാനം പരീക്ഷണങ്ങളൊക്കെ പൂർത്തിയായിട്ട് പിന്നെ നിശ്ചലമായ ആ സ്ത്രീ ശരീരം ഉപേക്ഷിച്ചിട്ട് അവന്മാർ പോകുന്നിടത്ത് പടം അവസാനിക്കുന്നു. ഈ പടം അങ്ങനെ ഒരുപാട് മണിക്കൂറുകളൊന്നും ഇല്ല. ഇത് വളരെ കുറച്ച് സമയമേ ഉള്ളൂ. എൻ്റെ കറക്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ വെറും 3/4 മണിക്കൂർ താഴെയുള്ളൂ പടം. വെറും 3/4 മണിക്കൂർ. ഈ 3/4 മണിക്കൂർ കൊണ്ട് നിങ്ങളുടെ സകല സ്വസ്ഥതയും മനസമാധാനവും എല്ലാം ഇത് കളഞ്ഞു തരും. അതുകൊണ്ട് ഇത് കാണണമെന്ന് ചോദിച്ചാൽ വേണ്ടെന്നേ ഞാൻ പറയുള്ളൂ. എന്തേലും വഴിയുണ്ട് ഇത് കാണാതിരിക്കുക. അത്ര മോശം പടമാണ്.